നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കാരണഭൂതൻ്റെ മുമ്പിൽ വീണ്ടും ഒരു മൈക്ക് ദുരന്തം. മൈക്ക് അദ്ദേഹത്തെ നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൈക്ക് കണ്ടുപിടിച്ച കാലം മുതൽ പ്രസംഗിക്കുന്നവരുടെ മുമ്പിൽ അത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഒന്നുകിൽ കൂവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വരം പുറപ്പെടുവിക്കും, പശു അമറുന്നത് പോലെ അമറും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ വളരെ സഹിഷ്ണുതയോടുകൂടിയാണ് ലോക നേതാക്കൾ വരെ അതിൽ അംഗീകരിച്ച് പോന്നിട്ടുള്ളത്, അതിനോടൊപ്പം ചേർന്ന് പോന്നിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള മൈക്കിൻ്റെ കുരുത്തക്കേടുകളൊന്നും അംഗീകരിക്കാത്ത ആളാണ് നമ്മുടെ കാരണഭൂതൻ. നമുക്കറിയാം, ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മൈക്കിൻ്റെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് വളരെ ക്ഷുഭിതനായി. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ മുഴുവൻ നിറഞ്ഞിരുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ്, കോൺഗ്രസ് നേതാക്കളാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അത് മറ്റൊരു തരത്തിലത് ക്ഷീണം അനുഭവപ്പെടും. അതുകൊണ്ടത് സഹികെട്ടങ്ങ് നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ പേരിൽ മൈക്ക് ഓപ്പറേറ്ററുടെ പേരിൽ കേസെടുക്കുന്നു. ഇങ്ങനെ നിരവധി സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ തലയോലപ്പറമ്പിൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത LDFൻ്റെ പ്രചാരണ പരിപാടിക്കിടെ മൈക്ക് അങ്ങ് മറിഞ്ഞു വീണു. ഇതൊക്കെ ഉണ്ടാകും. VS അച്യുതാനന്ദൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം മൈക്ക് മറിഞ്ഞു വീണിട്ടുണ്ട്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ്റെ പ്രചരണ പരിപാടിക്കിടെയാണ് നമ്മുടെ കാരണഭൂതൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മൈക്ക് മറിഞ്ഞു വീണത്. നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി മൈക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതിൽ കയറി പിടിച്ചു. മൈക്ക് താഴെ വീണു. ഇതോടെ എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ ക്ഷുഭിതനായില്ല. കാരണം മുമ്പ് പല കേസുകളും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ സദസ്സിൻ്റെ ഒക്കെ ഇരുന്നവരും വേദിയിലിരുന്നവരും ഒക്കെ പേടിച്ചു. വേദിയിലിരുന്നവരൊക്കെ നെട്ടോട്ടമായിരുന്നു. ഒരിടത്ത് നമ്മൾ കണ്ടതാ VN വാസവൻ കിടന്ന് ഓടുന്നു. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കാരണഭൂതൻ്റെ വായിൽ നിന്ന് പിന്നെ വല്ലതുമൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ചെറുപുഞ്ചിരിയോടെ ഇരിപ്പിടത്തിലേക്ക് അങ്ങ് മടങ്ങി. 10 മിനിറ്റോളമാണ് പ്രസംഗം തടസ്സപ്പെട്ടത്. മുഖ്യമന്ത്രി മൈക്ക് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അത് ഘടിപ്പിച്ചിരുന്ന ഇരുമ്പ് ദണ്ടങ്ങ് ഒടിഞ്ഞു പോയതാണ് മൈക്ക് വീഴാനുള്ള കാരണം. അപ്പോൾ എന്തായാലും ഒടുവിലെ തലയോലപ്പറമ്പിൽ ചെന്നും മൈക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ കാരണഭൂതന് ഒരു പണി കിട്ടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മൈക്ക്. അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ ബുക്കേറാണ് ഉണ്ടാകുന്നത്, കേസെടുക്കാൻ പോകുന്നത്. മൈക്കിൻ്റെ പേരിൽ കേസെടുക്കുമോ, മൈക്ക് ഓപ്പറേറ്ററുടെ പേരിൽ കേസെടുക്കുമോ, അതോ സംഘാടകൻ്റെ പേരിൽ കേസെടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് അല്പം പുഞ്ചിരിച്ചത് കേട്ടോ. ആ സമയത്താണല്ലോ നമ്മുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് സഖാക്കന്മാരൊക്കെ ചിരിക്കുകയും നെഞ്ചത്തോട്ട് 2 കൈകളും കൊണ്ടുവന്ന് തൊഴുതു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ ഈ സഖാക്കന്മാർ ചിരിക്കുകയോ വല്ലതും ചെയ്യുമോ? ഇത്രത്തോളം കടുപ്പിച്ച് നടക്കുന്ന മുഖത്തോടു കൂടിയ വേറെ ആരുണ്ട്? അവരെ കണ്ടാലേ നമുക്ക് തിരിച്ചറിയുകയും ചെയ്യാം. എന്തായാലും കാരണഭൂതൻ ചിരിച്ചു ഈ മൈക്ക് കാരണം എന്നുള്ളതാണ് ഇപ്പം ഉണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും മൈക്ക് ദുരന്തം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്.